ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇത് ഞങ്ങളുടെ ബാച്ചിൻ്റെ ഗെറ്റ് ടുഗദർ പാർട്ടിയാണേ. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്വന്തം നാട്ടിലുള്ള ഫുഡ്, അവരവർക്ക് ഇഷ്ടമുള്ള ഫുഡ് സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. ഞങ്ങളൊരു 10-40 പേരടങ്ങുന്നതായിരുന്നു ഞങ്ങളുടെ ബാച്ച്. ആ 40 പേരും വന്നേക്കുന്ന 5-8 രാജ്യത്തു നിന്നുള്ളവരായിരുന്നു. അതായത് ഈ 8 രാജ്യത്തെയും ഫുഡ് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഫുഡ് ഫ്രീ ആയിട്ട് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരവസരം. ടേസ്റ്റ് ചെയ്യൽ മാത്രമല്ലായിരുന്നു കേട്ടോ, എല്ലാവർക്കും വയറിറച്ച് കഴിക്കാനുള്ള ഫുഡും ഉണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ്. ചില ഫുഡൊക്കെ നമുക്ക് സിമിലർ ആയിട്ട് ഒരു ടേസ്റ്റ് ആയിട്ട് തോന്നും. ഈ ആഫ്രിക്കൻസിൻ്റെ എന്തോ ഒരു ജോളോഫ് റൈസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നമ്മുടെ ഏതൊക്കെയോ ഒരു പുലാവൊക്കെ ആയിട്ട് എന്തോ ഒരു സാമ്യം ഉള്ളതുപോലെ എനിക്ക് തോന്നിയായിരുന്നു. ഇത് പിന്നെ കട്ട്ലൈറ്റ്സ് ആണ്. ഇത് നമ്മുടെ ഇന്ത്യൻസിൻ്റെ ആയിരുന്നു. ആക്ച്വലി ആ ബാച്ചിൽ ഏറ്റവും കൂടുതലുണ്ടായിരുന്ന ഇന്ത്യൻസ് ആയതുകൊണ്ട് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് കൂടുതലുണ്ടായിരുന്നു ഇന്ത്യൻ ഫുഡ്സ് ആയിരുന്നു. അതായത് കട്ട്ലൈറ്റ്സ് ഉണ്ടായിരുന്നു, വെജ് ആൻഡ് നോൺ വെജ്, പിന്നെ വെജിറ്റബിൾ ബിരിയാണി, പിന്നെ ചിക്കൻ ബിരിയാണി, പിന്നെ അച്ചാർ, സാലഡ്, പപ്പടം. ഇതൊക്കെയായിരുന്നു നമ്മളുണ്ടാക്കി കൊണ്ടുവരുന്നത്. നമ്മുടെ കൂടെ നമ്മുടെ ഇൻചാർജുമാരും ക്ലിനിക്കൽ എഡ്യൂക്കേറ്റേഴ്സും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അവർ കൂടുതലും ഇവിടുത്തുകാരായിരുന്നു. പക്ഷെ എല്ലാ ഫുഡും എല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. ഇത് ശ്രീലങ്കൻസിൻ്റെ മുട്ട വെച്ചിട്ടുള്ളതും കോളിഫ്ലവർ വെച്ചിട്ടൊക്കെ ഉള്ള എന്തോ സംഭവങ്ങളായിരുന്നു. ഫുഡ് എല്ലാവരും എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത് തന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആ ആക്രാന്തവും ആ വിശപ്പും എല്ലാം കൂടി കണ്ടതിൻ്റെ ആ ഒരു പ്രാന്തും എല്ലാം കെട്ടടങ്ങി കഴിഞ്ഞ് പിന്നെ അവിടെ ഭയങ്കരമായിട്ട് മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. സോ എല്ലാവരും ഡാൻസ് കളിച്ചും ഒക്കെ ആയിട്ട് ആ പ്രോഗ്രാം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്.